AI യൂസ് ചെയ്ത് ഒരു സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ജെമിനി യൂസ് ചെയ്ത് ട്രൈഹാക്ക് ഒരു ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ട്രൈഹാക്ക് റൂട്ട് മീ എന്നൊരു ലാബാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ബിഗിനർ ഫ്രണ്ട്ലി ആയ ഒരു CTF ലാബാണിത്. പെനിട്രേഷൻ ടെസ്റ്റേഴ്സ്, എത്തിക്കൽ ഹാക്കിങ്ങും പഠിക്കുന്നവരൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. ഒരു ഹിഡൻ ഫ്ലാഗ് കണ്ടുപിടിക്കാനാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക്. ഫസ്റ്റ് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ജെമിനീൻ്റെ അടുത്ത് പറയുകയാണ്, ട്രൈഹാക്ക് റൂട്ട് മീ എന്നൊരു ലാബ് കംപ്ലീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജെമിനി തന്ന റിസൾട്ടിൽ നെറ്റ്വർക്ക് റെക്കഗ്നൈസൻസ് Nmap യൂസ് ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ കമാൻഡ് അങ്ങനെ കോപ്പി ചെയ്ത് ടെർമിനലിൽ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ടാർഗറ്റ് IP അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ടാർഗറ്റ് IP അഡ്രസ്സ് പറയുന്നത് 10.49.156.219. Nmap സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ SSH സർവീസ് റൺ ചെയ്യുന്നുണ്ട് പോർട്ട് 22-ൽ. അതുപോലെ തന്നെ ഒരു HTTP സർവീസ് റൺ ചെയ്യുന്നുണ്ട് പോർട്ട് 80-ൽ. ഇതങ്ങനെ കോപ്പി ചെയ്ത് ജെമിനിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുക. പിന്നെ ഇതൊരു ലാബ് എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ജെമിനിക്കെല്ലാം ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പെനട്രേഷൻ ടെസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഡാറ്റ ഒന്നും ഷെയർ ചെയ്യാറില്ല. കാരണം ഇതിൽ വരുന്ന റിസൾട്ട് എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പോർട്ട് 18-ലാണ് പ്രൈമറി ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഗോബസ്റ്ററോ അല്ലെങ്കിൽ ഫഫോ യൂസ് ചെയ്തിട്ട് ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനാണ്. അപ്പോൾ അതിനുള്ള കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കോപ്പി ചെയ്തിട്ട് ടെർമിനലിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇവിടെ IP അഡ്രസ്സ് ടാർഗറ്റ് സിസ്റ്റത്തിൻ്റെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തിട്ട് നമുക്കിത് റൺ ചെയ്യാനിടാം. ഇത് റണ്ണായി റിസൾട്ട് വരാൻ കുറച്ച് നേരവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ജെമിനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഹിഡൻ ഡയറക്ടറി പറയുന്നത് പാനലും അപ്ലോഡ്സുമാണ്. അപ്പോൾ നമുക്ക് പാനൽ പറഞ്ഞ ഡയറക്ടറി എന്താണെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അതിന് URL കോപ്പി ചെയ്ത് / പാനലിൽ നിന്ന് സെർച്ച് ചെയ്ത് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് പറയുന്നത് ഇതിലിപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമുക്ക് ബ്രൗസ് ചെയ്ത് അതിൽ ഫയൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പാനലിൽ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ഫസ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. പേലോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു റിവേഴ്സ് വേണ്ടി. അപ്പോൾ ആ റിവേഴ്സ് ഷെല്ല് ഈ കാളി ലിനക്സിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യാം നമുക്ക്. അപ്പോൾ അത് കോപ്പി ചെയ്തപ്പോൾ shell.php പറഞ്ഞിട്ടൊരു റിവേഴ്സ് ഷെല്ലിൻ്റെ ഒരു ഇത് നമ്മുടെ ടെർമിനലിൽ കാണാം. ഇനിയിപ്പോൾ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യണം. IP അഡ്രസ്സും പോർട്ട് നമ്പറും എഡിറ്റ് ചെയ്യണം. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നാനോ എന്നൊരു കമാൻഡ് യൂസ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം. ലിനക്സിൽ നാനോ എന്ന് പറയുന്നത് ഒരു എഡിറ്ററാണ്, ടെക്സ്റ്റ് എഡിറ്റർ. അവിടെ നമുക്ക് IP അഡ്രസ്സ് നമ്മുടെ ഡിവൈസിൻ്റെ കാളിൻ്റെ IP അഡ്രസ്സ് കൊടുക്കണം. അതിനെ നോക്കാൻ വേണ്ടി if config അടിച്ചിട്ട് നമ്മുടെ IP അഡ്രസ്സ് നോക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ IP അഡ്രസ്സ് 192.168.244.61 അത് കൊടുക്കുക. അപ്പോൾ പോർട്ട് നമ്പർ ഞാനിവിടെ 1234 ഞാൻ കൊടുക്കണം. അതിലൊരു മാറ്റം വരുത്തണില്ല. അത് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ചിലപ്പോൾ ഈ .php ഫയലിനെ ആ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യില്ല വേണ്ടി പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് റീനെയിം ചെയ്യണം. അപ്പോൾ അതെങ്ങനെ റീനെയിം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് റീനെയിം ചെയ്യാൻ MV ഓൾഡ് നമ്മുടെ ഫയൽ നെയിം പിന്നെ പുതിയ ഫയൽ നെയിം കൊടുക്കുക. അപ്പോൾ അതിപ്പോൾ MV shell.phpനെ shell.phtml എന്നാക്കണം. ആ കമാൻഡ് അടിച്ചു കൊടുത്ത് വെച്ചാൽ എന്നിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ അവിടെ ആ റിസൾട്ട് മാറിയത് കാണാം. shell.php മാറിയിട്ട് shell.phtml ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി അടുത്തത് നമുക്കത് ആ പാനലിൽ പോയിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സിസ്റ്റം നമ്മുടെ ഫയൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ്സിൽ പാത്തിൽ പോയി വെച്ചാൽ shell.phtml കാണാം നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫയൽ. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ജെമിനിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇനി അടുത്തത് നമുക്കൊരു ലിസണറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് nc-lvnp. ഇതിലിവിടെ 444 കാണുന്നത്. ഞാൻ 123 കൊടുത്തതുകൊണ്ട് അതിലേക്ക് മാറ്റണം. nc-lvnp 1234 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുക. ഇനി അടുത്തത് ആ അപ്ലോഡ് ഫയലിനെ ട്രിഗർ ചെയ്യണം. അതിന് അപ്ലോഡ്സിൽ പോയി shell.phtml കൊടുത്തു വെച്ചാൽ അത് ട്രിഗർ ആവും. അപ്പോൾ നമുക്ക് ടെർമിനലിൽ വന്നു വെച്ചാൽ അവിടെ റിവേഴ്സ് ഷെൽ കിട്ടിയത് കാണാം. ഇനി ആ റിവേഴ്സ് ഷെല്ലിനൊന്ന് കോപ്പി ചെയ്തിട്ട് ജെമിനിയുടെ അടുത്ത് കൊടുത്തു വെച്ചാൽ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഇതിപ്പോൾ നോർമൽ ഷെല്ലായതുകൊണ്ട് അതിനെ ഒരു ബാഷ് ഷെല്ല് നമുക്ക് സ്പോൺ ചെയ്യണം. അതിനുവേണ്ടി പൈത്തൺ കമാൻഡ് റൺ ചെയ്യാൻ പറയുന്നുണ്ട്. അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഈ ഒരു ഫ്ലാഗ് കണ്ടുപിടിക്കാനാണ് user.txt പറഞ്ഞത്. അതിലായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫൈൻഡ് കമാൻഡ് യൂസ് ചെയ്തിട്ട് അതിനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യുക. അതിൻ്റെ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് www user.txt പറഞ്ഞിട്ട്. ഇനി അതിന് ക്യാറ്റ് കമാൻഡ് കൊടുത്ത് ആ ഫയലിനൊന്ന് റീഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ഇതോടെ ഈ ലാബ് കംപ്ലീറ്റ് ആണ്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു AI മാത്രം യൂസ് ചെയ്തിട്ട് ഒരു
ട്രൈ ഹാക്ക് മീത്ത് ഒരു ലാബ് കംപ്ലീറ്റ് ചെയ്ത വാക്ക് ത്രൂ ആണിത്.